തിരുപ്പതിയിൽ നിന്ന് 271 കിലോമീറ്റർ ദൂരമുള്ള അനന്തപൂരിലെ ലേപ്പാക്ഷിയിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിയിൽ അധികം കടകളോ ഒരു ചായ കുടിക്കാൻ ഹോട്ടൽസോ ഒന്നും തന്നെ ഇല്ലാത്ത വഴിയിൽ കൂടിയാണ് പോകുന്നത്. ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ലേപ്പാക്ഷി പെനുകൊണ്ടിൽ നിന്ന് 35 കിലോമീറ്ററും ബാംഗ്ലൂരിൽ നിന്ന് 140 കിലോമീറ്ററും ദൂരമുണ്ട്. ലേപ്പാക്ഷി കാണാൻ വരുന്നവർ മുൻകൂട്ടി ഹരിത ഹോട്ടലിൽ ബുക്ക് ചെയ്യുക. ആന്ധ്രാപ്രദേശ് ടൂറിസത്തിൻ്റെ കീഴിലുള്ള ഹരിത ഹോട്ടൽ മാത്രമേ ഇവിടെയുള്ളൂ. റെസ്റ്റോറൻറ്റും ഉണ്ട്. സാമാന്യം വൃത്തിയുള്ള ഹോട്ടലാണ്. ആദ്യം ഹരിത ഹോട്ടലിൽ പോയി റെസ്റ്റ് എടുത്ത് ജടായുപ്പാറ കാണാനാണ് പോയത്. അത്ര പുരോഗമനം ഒന്നുമില്ലാത്ത പ്രദേശമാണ് ലേപ്പാക്ഷി. കാരണം വലിയ ഹോട്ടൽസ് ഒന്നും തന്നെ ഇല്ല. കുറച്ച് തട്ടുകടകളും ചായ, കാപ്പി, മാഗി എന്നിവ മാത്രമേ അവിടെ കിട്ടത്തുള്ളൂ. ജടായുപ്പാറ എത്തുന്നതിന് മുമ്പ് ടോൾ ഉണ്ട്. 25 രൂപയാണ്. അങ്ങനെ ഞങ്ങൾ ജടായുപ്പാറയുടെ മുമ്പിലെത്തി. ഇവിടെ അകത്ത് കയറാൻ ഒരാൾക്ക് 10 രൂപ കൊടുക്കേണ്ടതുണ്ട്. രാമായണത്തിലെ കഥാപാത്രമായ ജടായുവുമായി ബന്ധമുള്ള സ്ഥലമെന്ന ഐതിഹ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രദേശത്തിന് ലേപ്പാക്ഷി എന്ന് പറയുന്നത്. ചുറ്റിനും നടക്കാൻ നടപ്പാതകൾ ഉണ്ട്. നടന്നു ക്ഷീണിച്ചാൽ ഇരിക്കാൻ ധാരാളം ബെഞ്ചുകളും ഉണ്ട്. ആന്ധ്രാപ്രദേശ് ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പരിപാലിക്കുന്ന ഒരു പാർക്കും ഉണ്ട്. പാറ കൊണ്ടുള്ള ഒരു കുന്നും അതിനു മുകളിൽ ഉരുളൻ കല്ലിൽ സ്ഥാപിച്ചിരിക്കുന്ന ജടായുവിൻ്റെ ശില്പവുമാണ് ഇവിടെയുള്ളത്. ജടായുവിൻ്റെ അടുത്തു പോകാൻ കുന്നിൻ മുകളിലേക്ക് കയറിപ്പോകാൻ നടപ്പാതയും ഉണ്ട്. ആദ്യം കുറച്ച് പടികൾ കടന്ന് പിന്നെ ഇരുമ്പ് കോണിയിൽ കൂടി മുകളിൽ പോകണം. കൊല്ലത്തെ ജടായുപ്പാറയുടെ മുകളിൽ പോകാൻ നടന്നും പോകാം, റോപ്പ് വേയിൽ കൂടിയും പോകാം. പുഷ്പക വിമാനത്തിൽ രാവണൻ സീതയെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ മാർഗതടസ്സം സൃഷ്ടിച്ച് കുറുകെ വന്ന ജടായു രാവണനുമായുള്ള പോരാട്ടത്തിൽ വെട്ടേറ്റ് ചിറകൊടിഞ്ഞ് നിലം പതിച്ചു. ജടായു അന്ത്യശ്വാസം വലിക്കുന്നതിന് മുമ്പ് ശ്രീരാമൻ അവിടെ എത്തിച്ചേർന്നു. തൻ്റെ പത്നിയായ സീതയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച ജടായുവിനെ ശ്രീരാമൻ ലേപ്പക്ഷി എന്നു പറഞ്ഞ് അനുഗ്രഹിച്ചു എന്നാണ് ഇതിൻ്റെ ഐതിഹ്യം. ലേപ്പാക്ഷി എന്ന തെലുങ്കു വാക്യത്തിൻ്റെ അർത്ഥം എൽനേക്കു പക്ഷി ശ്രേഷ്ഠ എന്നാണ്. ഈ കാണുന്ന കാൽപാദം ശ്രീരാമൻ്റേതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അകലെ നിന്നെ കാണാവുന്ന രീതിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ജടായു ശില്പം പറന്നുയരാൻ ശ്രമിക്കുന്ന നിലയിലാണ്. ഇത് കണ്ടു കഴിഞ്ഞിറങ്ങിയപ്പോൾ കൊല്ലത്തെ ജടായുപ്പാറയാണോ ലേപ്പാക്ഷിയിലെ ജടായുപ്പാറയാണോ യഥാർത്ഥത്തിൽ എന്നൊരു സംശയം വന്നു. ജടായു കണ്ടു കഴിഞ്ഞ് കാർ പാർക്കിങ്ങിൻ്റെ സ്ഥലത്തു വന്ന് കാറിൽ കയറി അടുത്ത സ്ഥലം കാണാൻ പോയി. ഇനി ഞങ്ങൾ പോയത് ലേപ്പാക്ഷിയിലെ വീരഭദ്ര ക്ഷേത്രം കാണാനാണ്. ഇവിടെ കാർ പാർക്കിങ്ങിന് ഫീസുണ്ട്. അമ്പലത്തിനു മുൻപിൽ കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയ ഒരു സ്തൂപവും അതിനടുത്ത് ഒരു ആൽമരവും കാണാം. വലിയ കരിങ്കൽ പാറയുടെ മുകളിൽ ആമയുടെ ആകൃതിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനെ കൂർമ്മശൈല എന്നാണ് പറയുന്നത്. നീളമുള്ള കൈവരികൾ ഉള്ള തടി കൊണ്ട് നിർമ്മിച്ച പാതയിൽ കൂടി നമുക്ക് അകത്ത് കടക്കാം. ശിവന്റെ ഉഗ്ര അവതാരമായ വീരഭദ്രസ്വാമിക്കാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ അതിൻ്റെ വിശാലത അനുഭവപ്പെടും. 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യ വിജയനഗര ശൈലിയിലാണ്. പ്രദക്ഷിണ വഴി മുഴുവനും കരിങ്കൽ പാളികളാൽ തീർത്തതാണ്.
കർണാടകയിലെ മിക്ക അമ്പലത്തിലും ധാരാളം കൊത്തുപണികളോട് കൂടിയ തൂണുകളുള്ള മണ്ഡപവും കാണാം. ക്ഷേത്രത്തിന്റെ എല്ലാ തൂണുകളിലും കൊത്തുപണികളും ചിത്രങ്ങളും ഉണ്ട്. കേന്ദ്ര സംരക്ഷിത സ്മാരകങ്ങളിലൊന്നായി ഈ ക്ഷേത്രം വിജയനഗരത്തിലെ ഏറ്റവും മനോഹരമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഈ ക്ഷേത്രം ശിവഭഗവാന്റെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ 108 ദിവ്യക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഈ പ്രവേശന കവാടത്തിൽ കൂടി പോയാൽ നാഗലിംഗ ഗണപതിയെ കാണാം. ഇതാണ് നാഗലിംഗ ഗണപതി. ഈ ക്ഷേത്രത്തിന് 3 ഭാഗങ്ങളാണ്. മുഖമണ്ഡപം അല്ലെങ്കിൽ നാട്യമണ്ഡപം, അർദ്ധമണ്ഡപം, പിന്നെ ഗർഭഗൃഹം. കർണാടകയിലെ അച്യുതരായ രാജാവിന്റെ കാലത്ത് വിജയനഗര സാമ്രാജ്യത്തിന്റെ കീഴിൽ ഗവർണർമാരായിരുന്ന വിരൂപണ്ണ നായികയും വീരണ്ണ സഹോദരന്മാരും AD 1530 ക്ഷേത്രം നിർമ്മിച്ചു. ഈ കാണുന്നതാണ് പണി പൂർത്തിയാകാതെ പോയ കല്യാണ മണ്ഡപമാണ്. പണി പൂർത്തിയാകാത്ത ഈ കല്യാണ മണ്ഡപം ഒരു ദൃശ്യ വിസ്മയമാണ്. പാർവതി ശിവ പരിണയത്തിന്റെ കഥകൾ പറയുന്ന തൂണുകളാണിവിടം. പണി പൂർത്തിയാകാതെ കൊട്ടാരം ഖജനാവ് കാലിയാക്കാൻ ഒരുങ്ങിയതിന് വിജയനഗര രാജാവ് അച്യുതരായ സൂക്ഷിപ്പുകാരനായ വിരൂപണ്ണയെ അന്ധനാക്കാൻ ശിക്ഷ വിധിച്ചു എന്നും വിരൂപണ്ണ സ്വന്തം കണ്ണുകൾ സ്വയം ചൂഴ്ന്നെടുത്ത് മണ്ഡപത്തിൽ ചേർത്ത് വെച്ചു എന്ന കഥയുമുണ്ട്. ചോര വാർന്നു വീഴുന്ന കൃഷ്ണമണികളുള്ള ക്ഷേത്രമെന്നും ഒരർത്ഥം ഇതിനു പിന്നിലുണ്ട്. ഈ തൂണുകളിലെല്ലാം വിഷ്ണു ഭഗവാന്റെയും ശിവഭഗവാന്റെയും പാർവതിയുടെയും അവതാരങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നു. ഇത് നാട്യമണ്ഡപം. ഇതിലെ കൂടി വീരഭദ്രസ്വാമിയുടെ ശ്രീകോവിലിൽ ഉള്ളിൽ പോകാം. 3 ശ്രീകോവിലുകൾക്കും കൂടി ഉള്ളതാണ് ഈ നാട്യമണ്ഡപം. 70 തൂണുകളുള്ള മണ്ഡപത്തിൽ ഒരെണ്ണം പ്രത്യക്ഷത്തിൽ തൂങ്ങിക്കിടക്കുന്ന സ്തംഭം ക്ഷേത്രത്തിലെ മറ്റൊരു ആകർഷണമാണ്. തൂണിന്റെ അടിഭാഗം തറയിൽ സ്പർശിക്കുന്നില്ല. അതിലൂടെ തുണി കടത്തിയാൽ മറ്റേ വശത്തു വരും. കാരണം സ്തംഭം ചെറുതായി ഇളകി നിൽക്കുന്നുണ്ട്. ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയർ ലേപ്പാഷി സ്തംഭം നിലം തൊടിയിക്കാൻ ശ്രമിച്ചു. അത് മേൽക്കൂരയുടെ വിള്ളലിനും സമീപത്തെ തൂണുകൾക്കും തകരാറ് സംഭവിക്കുമെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ആ ദൗത്യത്തിൽ നിന്നും പിന്മാറി. ഈ അമ്പലത്തിന്റെ അകത്തു മുഴുവനും ഫ്രെസ്കോ സൈക്കോ അല്ലെങ്കിൽ പ്ലാസ്റ്ററിൽ നാരങ്ങാനീരിൽ മുക്കിയ വരച്ച പെയിന്റിംഗ് ആണ്. അതായത് ഇപ്പോൾ മ്യൂറൽ പെയിന്റിംഗ് എന്ന് വിളിക്കുന്നു. ക്ഷേത്ര പരിസരത്ത് കിഴക്കുഭാഗത്തായി ഒരു ലിംഗത്തിൽ മേൽ ഒരു കുട കവർ ചെയ്യുന്ന ചുരുളുകളുള്ള ബഹുമുഖം സർപ്പത്തിന്റെ കൊത്തുപണികളുള്ള കരിങ്കല്ലിന്റെ കൂറ്റൻ പാറയുണ്ട്. 7 തലയുള്ള നാഗത്തിന്റെ പ്രതിമ ലേപ്പാഷിയിലെ വാസ്തുവിദ്യയുടെ അടയാളമായി നിലകൊള്ളുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഗപ്രതിമയാണിത്. പിന്നെ കാണുന്നത് ഹനുമാന്റെ കരിങ്കല്ലിൽ കൊത്തിയ പ്രതിമയാണ്. ക്ഷേത്ര പരിസരത്തിനകത്ത് ഭീമാകാരമായ കാൽപ്പാടുകൾ കാണാം. ഇത് സീതയുടെയോ ഹനുമാന്റെയോ ആണെന്ന് പറയപ്പെടുന്നു. മഴയാണെങ്കിലും ചുട്ടുപൊള്ളുന്ന വെയിലാണെങ്കിലും ഈ പാദം എല്ലായ്പ്പോഴും വെള്ളത്തിൽ നിറഞ്ഞിരിക്കുന്നു.
ഒരിക്കലും പൂർണ്ണമായി ഉണങ്ങത്തില്ല. സീതയോടുള്ള ബഹുമാന സൂചകമായാണ് വെള്ളം മാന്ത്രികമായി പ്രത്യക്ഷപ്പെട്ടു എന്ന് പ്രദേശവാസികൾ വിശ്വസിക്കുന്നത്. ഈ കാണുന്ന തൂണുകളിലെല്ലാം ഇതിഹാസങ്ങൾ, മഹാഭാരതം, രാമായണം എന്നീ കന്നഡ ലിഖിതങ്ങളാണ്. മണ്ഡപത്തിലെ തൂണുകളിൽ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും കൊത്തുപണികളാണ്. എല്ലാ സ്തംഭങ്ങളിലും ധാരാളം ശില്പങ്ങളും ചിത്രങ്ങളും ഉണ്ട്. ഇവിടെ ഒരു ധ്വജസ്തംഭം കാണാം. നിലം തൊടാതെ തൂങ്ങിക്കിടക്കുന്ന കൊത്തുപണികൾ നിറഞ്ഞ തൂണുകൾ. ഒറ്റക്കല്ലിൽ തീർത്ത 7 തലയുള്ള നാഗപ്രതിമ. പറഞ്ഞിട്ടും തീരാത്ത വിശേഷങ്ങളാണ് ലേപ്പാക്ഷി വീരഭദ്ര ക്ഷേത്രത്തിനുള്ളത്. ഞങ്ങൾ തൊഴുതു കഴിഞ്ഞ് വെളിയിലിറങ്ങി. ഇനി അമ്പലത്തിന് ചുറ്റും വൃത്തിയുള്ള പൂന്തോട്ടം കാണും. അതിൽ തന്നെ നമ്മുടെ നാട്ടിൽ കാണാത്ത പല ചെടികളും പൂക്കളും ഇവിടെ കാണാം. ഇനി ഞങ്ങൾ പോയത് ലേപ്പാക്ഷിയിലെ മോണോലിത്തിക് ബുൾ അഥവാ മോണോലിത്തിക് നന്ദിയെ കാണാനാണ്. ഇത് ഞങ്ങൾ താമസിച്ച ഹരിത ഹോട്ടലിന്റെ തൊട്ടടുത്താണ്. വീരഭദ്ര ക്ഷേത്രത്തിലെ നാഗലിംഗത്തിന് അഭിമുഖമായാണ് ലേപ്പാക്ഷി നന്ദിയെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് കേന്ദ്ര സംരക്ഷിത പുരാവസ്തു സ്ഥലം കൂടിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റക്കല്ലുകൊണ്ടുള്ള നന്ദി രൂപങ്ങളിൽ ഒന്നാണ് ഇത്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഇതിൻ്റെ സമയം. ഇത് ചുവന്ന കരിങ്കല്ലിൽ കൊത്തിയെടുത്തതാണ്. 20 അടി ഉയരവും 30 അടി നീളവുമുള്ള ഒരു ചുവന്ന ഗ്രാനൈറ്റ് കല്ലിൽ നിന്നാണ് നന്ദി പ്രതിമയെ കൊത്തിയെടുത്തിരിക്കുന്നത്. ഈ നന്ദി പ്രതിമയിൽ ഒരു മാല, മുവലഹാര, ചെറിയ കൊമ്പുള്ള മണി ചെയിൻ എന്നിവ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. 16-ാം നൂറ്റാണ്ടിൽ പെനുകൊണ്ടയിലെ വിജയനഗര ഗവർണർമാരായ വീരണ്ണയും വിരൂപണ്ണയും ചേർന്നാണ് ലേപ്പാക്ഷി നന്ദി നിർമ്മിച്ചത്. ഈ പ്രതിമയ്ക്ക് ചുറ്റും വളരെ മനോഹരമായ ഒരു പാർക്കും നിർമ്മിച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ വിശാഖപട്ടണത്തിലെ കാഴ്ചകളാണ്.